പ്രധാനപ്പെട്ട ഒരു ദൈവവചന ഭാഗമാണ്. നമ്മൾ പലവട്ടം ഇതിന്റെ പല വശങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. എങ്കിലും ഒരു പ്രാവശ്യം കൂടെ വീണ്ടും നമുക്ക് വിവാഹത്തെക്കുറിച്ചും വിവാഹ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കാനായിട്ട് കർത്താവ് ഒരു അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്ന ഭാഗങ്ങള് ഈ 18-ാം അധ്യായത്തിന്റെ തന്നെ 18-ാം അധ്യായത്തിന്റെ ഭാഗങ്ങളാണ്. ഇന്ന് 19-ാം അധ്യായത്തിലെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതും ക്ഷമയോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ ഇന്നലെ തന്നെ കണ്ടല്ലോ. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും എന്ന് പറയുകയും സഹോദരൻ പിഴച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ള കാര്യവും, തുടർന്ന് എത്ര വട്ടം ക്ഷമിക്കണം എന്ന് പത്രോസ്ലിയ ചോദിക്കുന്ന ചോദ്യത്തിന് കർത്താവ് ഉത്തരം പറയുന്നതാണ് നമ്മൾ ഇന്നലെ ചിന്തിക്കാനായിട്ട് ഇടയായി തീർന്നത്. നമുക്കറിയാം, നമ്മുടെ ക്ഷമ പ്രാക്ടീസ് ചെയ്യേണ്ട ഏറ്റവും വലിയൊരു ജീവിതത്തിന്റെ ഏരിയയാണ് വിവാഹ ജീവിതം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മള് വിവാഹത്തിന് മുമ്പ് നമുക്കുണ്ടായിരുന്ന ധാരണകളൊക്കെ മാറി അങ്ങനെ വളരെ ദൂത അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ പോലൊക്കെയുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഭാര്യ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് എന്നൊക്കെ വിചാരിച്ച് ഞാൻ പറയുന്നതൊക്കെ കേട്ട് അടങ്ങി ഒതുങ്ങി എവിടെ മൂലയ്ക്കിരുന്നോളും. ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഭയങ്കര സ്നേഹബന്ധമായിരിക്കും. ഞാൻ പറയുന്നതൊന്നും അവള് നിഷേധിക്കത്തില്ല, അവള് പറയുന്നതൊന്നും ഞാനും നിഷേധിക്കത്തില്ല. ഇങ്ങനെ വളരെ സ്വർഗസമാനമായിട്ടുള്ള വിഭാവനകളാണ് നമുക്ക് പലപ്പോഴും, ഭാവനകളാണ് വിവാഹത്തെക്കുറിച്ച് ഉള്ളതെങ്കിലും എന്നാൽ അടുത്ത് പെരുമാറി കഴിയുമ്പോഴാണ് നമുക്കറിയുന്നത് അവർക്കും ഒരു വ്യക്തിത്വമുണ്ട്, അവർക്കും ഒരു വില്ലുണ്ട്, അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർക്കും ഒരു മനുഷ്യന് അടിസ്ഥാനപരമായിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ പങ്കാളിയായിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെ നമ്മൾ ട്രീറ്റ് ചെയ്യുകയും ആ സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ഒക്കെ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇതെങ്ങനെ മാനേജ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളത് പല സാഹചര്യങ്ങളിലും നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല, ചിന്തിക്കേണ്ടതായിട്ട് വരുന്നത്. എന്നാൽ അത്തരം ഒരു ചിന്താഗതി ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പലപ്പോഴും പല നിലയിലുള്ള അപകടങ്ങളിലും അതുപോലെ ബന്ധം തകരുന്നതും ആയിട്ടുള്ള ചില അനുഭവങ്ങളിലേക്കൊക്കെ ചെന്നെത്തുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഞാനൊരു കൊല്ലത്ത് പണ്ട് ഇവിടെ നമ്മുടെ കൂട്ടായ്മയിൽ കൂടിക്കൊണ്ടിരുന്ന ഒരു BSNL എഞ്ചിനീയർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ഞാൻ കടന്നു പോയപ്പോൾ അവിടെ ആ സ്റ്റേജിൽ പ്രസംഗിക്കുന്ന വ്യക്തി ഇങ്ങനെയാ വിളിച്ചു പറഞ്ഞത്, ഞാൻ മാത്രമേ വിശുദ്ധനുള്ളൂ, വേറെ ലോകത്തിൽ ആരും വിശുദ്ധരായിട്ടില്ല എന്ന് ആശയമായിട്ട് ഉള്ളവരാരെങ്കിലും നിങ്ങൾ രണ്ടുപേരും ആ ആശയക്കാരാണെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിവാഹം കഴിക്കണ്ട എന്നുള്ളതാണ്. അതുപോലെ ചില കാര്യങ്ങൾ അദ്ദേഹം പറയാനിടയായി തീർന്നു. കാരണം ഞാൻ വിവാഹം കഴിക്കുന്ന വ്യക്തി ഇങ്ങനെയൊക്കെ ആയിരിക്കണം, ഇങ്ങനെയൊക്കെ ഉള്ളതാണ് എന്നുള്ള അബദ്ധ ധാരണ വെച്ചുകൊണ്ടിരിക്കുകയും ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞേക്കുന്ന പോലെ സകല മനുഷ്യരും പാപികളാണെന്നും പാപം ചെയ്ത് ദൈവതേജസ് നഷ്ടപ്പെട്ടവരായി തീർന്നവരാണെന്നുള്ള യാഥാർത്ഥ്യം അത് എന്നെ സംബന്ധിച്ച് മാത്രമല്ല, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ചും ദൈവവചനം അത് തന്നെയാണ് പറയുന്നത് എന്ന് നമ്മൾ ശരിയായിട്ട് മനസ്സിലാക്കുകയും ചെയ്തില്ല എങ്കിൽ അത് വലിയൊരു വിപത്തിൽ പോയി കലാശം. ഞാൻ വിചാരിച്ച ഇങ്ങനൊന്നും അല്ലല്ലോ, ഇവളിങ്ങനൊന്നും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ലല്ലോ, ഇങ്ങനെയൊക്കെയാണ് ഇവളുടെ ആഗ്രഹമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ ഇതുപോലെ ഡിമാൻഡിങ് ആണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നല്ലോ, ഇതൊന്നും അല്ലല്ലോ ഞാൻ വിവാഹത്തെക്കുറിച്ച് വിചാരിച്ചത് എന്നൊക്കെ ഒരു 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 ഇടർച്ചയിലേക്ക് പലപ്പോഴും പല വ്യക്തികളും കടന്നു വരാനുള്ള സാധ്യതയുണ്ട്. ചില ആൾക്കാർ ആ ഇടർച്ചയോടുകൂടെ തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് എന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. കർത്താവ് ഈ പ്രത്യേക സ്ഥലത്ത് വന്നപ്പോൾ കർത്താവിനോട് അവരൊരു ചോദ്യം ചോദിക്കുന്നു. ഇതര സുവിശേഷങ്ങൾ നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള വാക്യങ്ങള്, മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 1-ാം വാക്യം, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 10-ാം വാക്യം, ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഈ പറയപ്പെടുന്നതിന് സമാനമായിട്ടുള്ള സാഹചര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് കർത്താവിനോട് അവർ ചോദ്യം ചോദിച്ചത് എന്നൊക്കെ ഉള്ളത് അവിടെ നമ്മൾ പശ്ചാത്തലത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. നമ്മുടെ BJV ബ്രദർ ഇവിടെ ഇതിന്റെ വാക്യങ്ങളൊക്കെ ആദ്യം മുതലേ ഇട്ടിട്ടുണ്ട്. ആഗ്രഹമുള്ളവര് ദയവ് ചെയ്തത് പരിശോധിക്കണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ സ്ഥലത്ത് വന്നപ്പോൾ നമുക്കറിയാം ഈ സ്ഥലത്തിന് ചില പ്രത്യേകതകളുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഹെരോദാവിന്റെ അല്ലെങ്കിൽ യോഹന്നാൻ സ്നാപകനെ തലവെട്ടിക്കൊന്ന അദ്ദേഹത്തിന്റെ ഭരണ പ്രദേശത്തിന്റെ അടുത്ത്. അപ്പൊ നമുക്കറിയാമല്ലോ
യോഹന്നാൻ സ്നാപകന്റെ തല വെട്ടാനായിട്ട് ഇടയായി തീർന്ന സാഹചര്യം എന്തോ ആയിരുന്നു? അദ്ദേഹത്തോടും ഇതുപോലെ ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കാണും. അദ്ദേഹം വളരെ വിശാലമായിട്ട് അതിനൊരു ബൈബിൾ സ്റ്റഡി ഒക്കെ എടുത്തു കൊടുത്തു. ബൈബിൾ സ്റ്റഡിയിൽ അവസാനം രാജാവിന്റെ ആൾക്കാർ വന്നു അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹത്തെ കുറിച്ച് അങ്ങനെ കൊന്നുകളയണമെന്ന് ഹെരോദാവ് ആഗ്രഹിച്ചില്ലെങ്കിൽ പോലും ആ പ്രത്യേക ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പൊ കർത്താവിനെ വാക്കിൽ കൊടുക്കാനും എങ്ങനെങ്കിലുമൊക്കെ അന്ന് നിലനിൽക്കുന്ന ഭരണകൂടത്തിനും ഭരണാധികാരികൾക്കും ഒക്കെ എതിരെ സംസാരിക്കുകയും ഒക്കെ ചെയ്തേക്കും എന്നുള്ള ഒരു ചിന്തയോടെയാണ് ഇവർ ഈ ദുഷ്ട ഉദ്ദേശത്തോടു കൂടെയാണ് അവർ ആ ചോദ്യം ചോദിക്കുന്നത്. ഹെരോദാവ് ഇതുപോലെ തന്നെ ആ യോഹന്നാൻ സ്നാപകനെ ചെയ്തതുപോലെ തന്നെ ഇദ്ദേഹവും വിവാഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അന്നേരം ഹെരോദാവിന്റെ കാര്യം പറയാതിരിക്കുവോ? നിശ്ചയമായിട്ടും പറയും. കാരണം നമുക്കിടെ ക്ലബ് ഹൗസിലോ വല്ലോ ഒരു വലിയ ചൂടേറിയ ചർച്ചയോ വല്ലോ നടക്കുകയാണെങ്കിൽ അടുത്ത ദിവസത്തെ പ്രസംഗത്തിൽ ആ ജെയ്ദി പാസ്റ്റർ അത് പറയാതിരിക്കുമോ? പുള്ളി പറയും, പുള്ളി അതിന്റെ വാലയെ കയറി പിടിക്കും. അങ്ങനെ പല വാലയിലും കയറി പിടിക്കാതിരിക്കാനായിട്ട് പലപ്പോഴും ശ്രദ്ധാപൂർവ്വം ഞാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ മനുഷ്യന്റെ ഒരു ടെൻഡൻസിയാ പലപ്പോഴും അതേലൊക്കെ കയറി നമ്മൾ രണ്ട് വാക്ക് പറയണമല്ലോ. ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളിൽ ഞാൻ രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ എന്താകും എന്ന് ചിന്തിക്കുന്ന ഒരു അനുഭവം മനുഷ്യർക്കുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് ദൈവവചനം പറയുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെ ആനുകാല പ്രസക്തിയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ കമന്റ് പാസ്സാക്കേണ്ട സ്ഥലമൊന്നും അല്ലത്. ദൈവവചനത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ദൈവവചനത്തിന്റെ വ്യാഖ്യാനത്തോട് ചേർന്ന് വരുന്ന ചില വിഷയങ്ങളാണ് നടക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും നമ്മളത് പറയണം. അല്ലെങ്കിൽ അല്ലായെങ്കിൽ ഒരു വാക്യം എടുത്തിട്ട് മനസ്സിലുള്ളതൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു അവസരമാക്കി ഇതിനെ ഉപയോഗിക്കുന്നെങ്കിൽ അതൊരിക്കലും ഭൂഷണമല്ല, യോഗ്യമല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ദൈവവചന പ്രഘോഷണ വേദികൾ നമ്മുടെ ഹൃദയത്തിലുള്ള ചില കാര്യങ്ങൾ പറയാനും നമ്മുടെ ചില പേഴ്സണലായിട്ടുള്ള ചില ഗ്രഡ്ജസ് തീർക്കാനും അതുപോലെ ആരോടെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അതൊക്കെ വിളിച്ചു പറയാനും ഒക്കെയുള്ള സ്ഥലമാക്കി മാറ്റുന്നതിനോട് അടിസ്ഥാനപരമായിട്ട് എനിക്ക് യോജിപ്പില്ല. ഞാൻ ചെയ്തിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ ഈ വേദികളൊന്നും അങ്ങനെ പകരം വീട്ടാനും പകരം പോക്കാനും സ്കോഴ്സ് സെറ്റിൽ ചെയ്യാനും ഒക്കെയുള്ള സ്ഥലമായിട്ട് ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നോക്കിയാട്ടെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പ്രത്യേക ഒരു ദുഷ്ടലാക്കോട് കൂടെയാണ് കർത്താവിനോട് വന്ന് ഈ കാര്യങ്ങൾ ചോദിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. എങ്ങനെങ്കിലും കർത്താവിനെ വാക്കിൽ കൊടുക്കേണ്ടതിന് എങ്ങനെങ്കിലും ഇങ്ങനെ കുടുക്കി യോഹന്നാൻ സ്നാപകന് സംഭവിച്ചതുപോലെ ഭരണാധികാരികളുടെ തന്നെ കരം ഇവന്റെ മേൽ വീഴണം, ഇദ്ദേഹത്തിന്റെ മേൽ വീഴണം എന്നുള്ള ആഗ്രഹത്തോടു കൂടെ കോർണർ ചെയ്യാനായിട്ട്, കൊടുക്കാനായിട്ട്. നമുക്കറിയാം ഇന്ന് വാക്കിൽ കൊടുക്കാനായിട്ട് നമ്മൾ വേറെ എങ്ങും പോകണ്ട. നമ്മുടെ ഈ സോഷ്യൽ മീഡിയ ക്ലബ് ഹൗസ് വേദികളിലൊക്കെ തന്നെ ചെന്നാൽ മതി. നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുന്ന പോലെ ആടിനെ പട്ടിയാക്കുന്ന പരിപാടികളൊക്കെ നമുക്ക് കാണാം. ഒരു വ്യക്തിയോട് ഒരു ചോദ്യം ചോദിക്കുക, എന്നിട്ട് അദ്ദേഹം പോലും മനസ്സിൽ ഉദ്ദേശിക്കാത്ത ഒരു ഉത്തരം അദ്ദേഹം പറഞ്ഞു വന്ന നിലയിൽ അദ്ദേഹത്തിന്റെ വായിൽ തിരികെ കയറ്റുക. പിന്നെയും അദ്ദേഹം സംസാരിക്കാൻ ശ്രമിക്കുമ്പോൾ പല പല ചോദ്യങ്ങൾ ചോദിച്ച് അവസാനം അതിനൊന്നും നേരത്തെ തന്നെ ഉത്തരം ആലോചിച്ച് ഉറപ്പിച്ച് വെക്കാത്ത ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളിലും ഉത്തരങ്ങളിലും കുടുങ്ങി അവസാനം അദ്ദേഹം ഒരിക്കലും പറയുകയോ ചിന്തിക്കുകയോ മനസ്സിൽ വിചാരിക്കുകയോ പോലും ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം പറഞ്ഞെന്നും അതിന് ഉത്തരവാദിയായിട്ടൊക്കെ തീരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടാണല്ലോ. അതിൽ വിദ്വാൻമാരായിട്ടുള്ള പല ആൾക്കാരും നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അവരുടെ ആ സ്കില്ലിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്കൊന്നും ആ സ്കില്ല് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യാത്തത്, അങ്ങനെയൊന്നുമുള്ള അവസ്ഥയിലേക്ക് പോകാത്തത്. രണ്ടാമത് അവിടെ ഒരു കാര്യം കാണാം, ദൈവദാസൻ അത് ഓൾറെഡി പറഞ്ഞല്ലോ, വിവാഹത്തെ സംബന്ധിച്ച് പല കാഴ്ചപ്പാടുകളുള്ള വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ പറയുന്ന റബായി ഷമായി, റബായി ഹിലേൽ, അതിന്റെ കൂട്ടത്തിൽ വേറെ റബായിയുടെ പേരും കൂടെ ഞാൻ നോക്കിയപ്പോ കണ്ട് അക്കീബോ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേരും കൂടെ കാണാം. കഴിഞ്ഞ ദിവസം അക്കീബോയുടെ കാര്യം വേറൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ ഇവിടെ പറയാനിടയായി തീർന്നല്ലോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുടെ ഉപദേശങ്ങളെ എടുക്കുകയും സ്കൂൾ ഓഫ് തിയോളജിയെ അംഗീകരിക്കുകയും ടീച്ചിങ്ങുകളെ അംഗീകരിക്കുകയും ചെയ്യുന്ന പല സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ടായിരുന്നു. കർത്താവ് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കയറി കർത്താവ് അങ്ങ് ഇന്ന ആള് പറഞ്ഞതാണ് ശരി, ഇന്ന ആള് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ നിൽക്കുന്നു എന്നങ്ങ് പറഞ്ഞിരുന്നെങ്കിൽ, ദൈവദാസൻ പറഞ്ഞ പോലെ ഒന്നുകിൽ അർമീനിയൻ ഇല്ലെങ്കിൽ മറ്റേ അത് ഇതെന്നൊക്കെ പറഞ്ഞെന്നുള്ള കൂട്ടത്തിൽ നിൽക്കും. ആദ്യം നമ്മളെ ക്ലാസിഫൈ ചെയ്യണം, എന്നിട്ട് വേണം നമ്മളെ ഇത് ചെയ്യാനായിട്ട്, പിന്നെ അനലൈസ് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് പോലെ അങ്ങനെ ആയി തീർന്നിരുന്നെങ്കിൽ എന്നുള്ള ഒരു ദുഷ്ടലാക്കും കൂടെ അവിടെ ഉണ്ട്. കർത്താവിന്റെ അംഗീകാരം കുറെ പേര് എതിർക്കും. നമ്മുടെ ഗ്രൂപ്പുകാരനല്ലേ, എന്നാ പിന്നെ വേണ്ട, അവനെ എതിർത്തേക്കാം. അവൻ പറയുന്ന നന്മയാണെങ്കിൽ, അദ്ദേഹം പറയുന്ന നന്മയാണെങ്കിലും തിന്മയായിട്ട് തന്നെ വ്യാഖ്യാനിച്ചേക്കാം എന്നൊക്കെ വിചാരിക്കുന്ന ഒരു ഉദ്ദേശം നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് കഴിയും. അങ്ങനെ വളരെ ദുഷ്ട ഉദ്ദേശത്തോടു കൂടെ കർത്താവിനോട് വന്ന് ചോദിക്കുകയാണ്. ഈ വചനങ്ങളെ പറഞ്ഞു തീർന്നിട്ട് യേശു ഗലീല വിട്ട് യോർദാൻ അക്കരെ യഹൂദ്യ ദേശത്തിന് അതിരോളം ചെന്നു, വളരെ പുരുഷാരം അവനെ പിൻചെന്നു, അവൻ അവരെ സൗഖ്യമാക്കി എന്ന് വായിക്കുക.
നമുക്കറിയാമല്ലോ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിൽ എനിക്കും പലപ്പോഴും വചനം ചിന്തിച്ചിട്ടുണ്ട്. ഇത്ര കടുകട്ടിയായിട്ട് കർത്താവ് എന്താ ഈ പറഞ്ഞേ? ഇങ്ങനൊക്കെ പറയാവോ? ഒരു ഇച്ചിരി ഓ, കണ്ണിച്ചോരയോടുകൂടെ പറയണ്ടേ? ഏ കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണുന്നു. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഈ ആ, വിവാഹമോചനം നടത്തരുത് എന്നൊക്കെ പറഞ്ഞതിന്റെ കാര്യം എന്താന്നുള്ളത് പലപ്പോഴും ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ട് നമുക്ക് പലപ്പോഴും ന്യായമെന്നും അർഹതയുള്ളതെന്നും തോന്നുന്ന ചില സഹോദരങ്ങളുടെ കേസിലെങ്കിലും കർത്താവ് ഈ വചനമില്ലായിരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമായിരുന്നു എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള സാഹചര്യങ്ങളുണ്ട്. സാധാരണഗതിയിൽ ഇതിനെ സംബന്ധിച്ച് എല്ലാവരും അങ്ങനെ തന്നെയാ ചിന്തിക്കുന്നത്. ഇതേ ചോദ്യമാണ് കർത്താവിന്റെ അടുത്തും അവർ ചോദിക്കുന്നത്. വിവാഹത്തെ സംബന്ധിച്ച് ഉള്ള ചോദ്യം, ഏത് കാരണം ചൊല്ലിയും ഭാര്യയെ ഉപേക്ഷിക്കുന്നത് വിഹിതമോ? അത് ഞാൻ ഈ റെഫർ ചെയ്തപ്പോൾ കേട്ടത് ഈ അക്കീബോ എന്ന് പറയുന്ന ആള് പറയുന്നത്, സ്വന്തം ഭാര്യയെക്കാളും സൗന്ദര്യമുള്ള വേറൊരു വ്യക്തിയെ കണ്ടാൽ അതുപോലും വിവാഹമോചനത്തിന് ഒരു കാരണമാക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നേരെ കേട്ട് അറിഞ്ഞ് വായിച്ചിട്ടുള്ള അറിവാണ് അത്. നമുക്ക് നമ്മൾ ആ കാലത്ത് ജീവിച്ചിരുന്ന വ്യക്തിയൊന്നും അല്ലല്ലോ. അതുപോലെ തന്നെ ഷമായി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ദൈവദാസൻ നമ്മളോട് പറഞ്ഞു സെക്ഷൽ ഇംപ്യൂരിറ്റി എന്ന്, അതാണ് ഒരേ ഒരു കാരണം എന്ന് പറയുമ്പോൾ റബായി ഹില്ലേൽ പറയുന്നത് എനിത്തിങ്. ഇപ്പൊ കറി വെക്കുന്നതിന് ഇച്ചിരി ഉപ്പ് കൂടിയാൽ പോലും അവളെ മോചനം ചെയ്യാം. അതുപോലെ സ്വന്തം അപ്പനെയും അമ്മേനെയും കയർത്ത് സംസാരിച്ചാൽ വിവാഹമോചനം ചെയ്യാം. അതുപോലെ പല നിസ്സാരമെന്ന് തോന്നുന്ന പല കാരണങ്ങൾ പോലും വിവാഹമോചനത്തിന് ആക്കാൻ കഴിയും എന്നുള്ള നിലയിലുള്ള ഉപദേശവും ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ ഓൾറെഡി കേട്ടല്ലോ. അപ്പോൾ ഈ ഭാഗത്ത് വരുമ്പോഴാണ് നമുക്ക് എന്തിനാണ് ഈ വിവാഹം കർത്താവ് വെച്ചത് എന്നുള്ളത്, കർത്താവ് അതിന്റെ ഉദ്ദേശത്തെ വിവരിക്കുന്നതാണ് ആദിയിൽ എന്നുള്ള ഒരു കാര്യത്തിൽ കർത്താവ് അവിടെ പറയാനായിട്ട് ഇടയായിത്തീർന്നു. വിഹിതമോ എന്ന് ചോദിച്ചതിന് സൃഷ്ടിച്ചവൻ ആദിയിൽ. അപ്പം ഇത് മനുഷ്യരാരും സൃഷ്ടിച്ചതല്ല, ഏതെങ്കിലും മതക്കാര് ഉണ്ടാക്കിയതല്ല, ഏതെങ്കിലും സമൂഹം കുറെ നാൾ ഇങ്ങനെ ഒരുമിച്ച് ജീവിച്ചു വന്നപ്പോ എന്നാ പിന്നെ വിവാഹം എന്ന് പറയുന്ന ഒരു പരിപാടി നമുക്കങ്ങ് തുടങ്ങിയേക്കാം എന്ന് പറഞ്ഞ് തുടങ്ങിയതൊന്നുമല്ല. ഇത് ദൈവം തുടങ്ങിയ ഒരു കാര്യമാണ് എന്നുള്ളതാണ് ആദിയിൽ എന്ന് അവിടെ പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. സൃഷ്ടിച്ചവൻ ആദിയിൽ. അപ്പം ഈ വിവാഹം എന്ന് പറയുന്ന സംഗതി സൃഷ്ടിച്ചവന്റെ ഡിസൈൻ ആയിരുന്നു, സൃഷ്ടിച്ചവന്റെ ഉദ്ദേശമായിരുന്നു, സൃഷ്ടിച്ചവനാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്, അല്ലാതെ ലോകത്തിലുള്ള മനുഷ്യരാരും അല്ല എന്നുള്ളതും അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അപ്പോൾ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു എന്നും, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, രണ്ട് നിലയിലുള്ള ചിന്തകൾ ദേവദാസൻ പറഞ്ഞല്ലോ, അത് ഞാൻ വിവരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് അരുളി ചെയ്തു എന്നും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അപ്പോൾ ദൈവമാണ് ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമുക്കറിയാം ദൈവത്തിന്റെ വചനത്തിൽ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ടിട്ട് അവന് ദൈവം ഒരു തക്ക തുണ ഉണ്ടാക്കി കൊടുത്തു എന്ന് നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പം എന്താണ് ഈ പർപ്പസ് ഓഫ് മാരേജ്? ഇന്നലെയും ഞാനൊരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിക്കാനിടയായി തീർന്നു. ഒരു പ്രശസ്തനായ വ്യക്തിക്ക്, അദ്ദേഹത്തിന് പല വ്യക്തികളുമായിട്ടും ബന്ധമൊക്കെ ഉണ്ട്, എന്നാൽ തന്റെ രക്തത്തിൽ ഒരു കുഞ്ഞിനെ ഉണ്ടാകണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അതിസുന്ദരിയായ ഒരു മോഡലിനെയോ നടിയോ എങ്ങാണ്ട് വിവാഹം കഴിക്കുകയും അതിനുശേഷം അവരെ ഉപേക്ഷിച്ച് കളയുകയും ചെയ്ത ഒരു കഥയാണ് ഇന്നലെ എനിക്ക് വായിക്കാനായിട്ട് ഇടയായിട്ട് തീർന്നത്. അപ്പം ഈ വിവാഹം എന്ന് പറയുന്നത് കേവലം പ്രത്യുൽപാദനത്തിന് വേണ്ടിയും വംശവർദ്ധനവിന് വേണ്ടിയും മാത്രം ഉള്ള ഒരു കാര്യമാണ് എന്ന് കാണുകയും, അതിന് ഇന്നത്തെ ഉപഭോക്തൃ സംസ്കാരം അനുസരിച്ച്, അത് പറയാൻ ഇച്ചിരി പാടാണ്, ഉപഭോക്തൃ സംസ്കാരം അനുസരിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ കടയിൽ പോയൊരു സാധനം നമ്മൾ മേടിച്ചുകൊണ്ട് വരുമ്പം ഇന്ന ക്വാളിറ്റീസ് അതിന് വേണം, ഇന്ന ഇത് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ, ഞാനിപ്പോ ഈ ഫോൺ ഉപയോഗിക്കുന്നവർ, ഇതിന് അതിന്റെ ഹെഡ്ഫോൺ കുത്താനുള്ള ഹോൾ അതിനില്ല. അതിപ്പം നമ്മുടെ ഒരു വിദഗ്ധനാണ് നമ്മുടെ ദിനേശ് ബാബു ബ്രദർ, അദ്ദേഹത്തോടൊക്കെ ചോദിച്ചിട്ടൊന്നും ആ പ്രശ്നം ഇവിടെ പരിഹരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് ഇപ്പം ഷാൻഡിയുടെ ഫോണിൽ നിന്ന് പാട്ട് വെക്കാനായിട്ട് ഇടയായിട്ട് തരും. എന്നാൽ ദൂരെ ഇരുന്ന് സംസാരിച്ചാൽ പോലും ഇത് കേൾക്കാം. ഞാനിപ്പോ സംസാരിക്കുന്നത് ഫോൺ ഇച്ചിരി ദൂരെയൊക്കെ വെച്ചിട്ടാണ് സംസാരിക്കുന്നത്, എന്നാലും വ്യക്തമായിട്ട് സൗണ്ട് കേൾക്കാൻ കഴിയുന്ന ഒരു നന്മ ഇതിനുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, പക്ഷെ അന്നേരം ഞാൻ മേടിച്ചപ്പോ എന്നെ ഇത് ആലോചിക്കാതിരുന്നേ, മേടിച്ചപ്പോ എന്നെ ഇത് നോക്കാതിരുന്നേ എന്നൊക്കെ ഒന്ന് രണ്ട് ദിവസങ്ങളിൽ എനിക്ക് ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം, ഇതുപോലെ തന്നെ
വിവാഹം കഴിക്കുക എന്ന് പറയുമ്പോഴും ഈ ഞാൻ ചില ക്വാളിറ്റീസ് ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സംഗീതജ്ഞയായിരിക്കണം, പാട്ട് പാടണം, നന്നായിട്ട് കറി വെക്കണം, അതുപോലെ ഇതുപോലൊക്കെ രൂപഭംഗിയുള്ളവളായിരിക്കണം, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഗ്രഹിക്കുന്ന പല കാര്യമുണ്ട്. നമ്മളൊരു പ്രോഡക്റ്റ് ചന്തയിൽ പോയി സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങി കൊണ്ടുവരുമ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ അഭിലഷിക്കുന്നത് പോലെ തന്നെ കൂട്ടാളിയെ കുറിച്ചും, ഇന്നിപ്പം പെണ്ണിനെ കുറിച്ച് മാത്രമല്ല ആണിനെ കുറിച്ചും അങ്ങനെ ആലോചിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. ഞങ്ങളുടെയൊക്കെ ഈ ഭാഗത്ത് ഇപ്പം അറിയപ്പെടുന്ന, ഞാൻ ഈ താമസിക്കുന്നത് കൂടുതൽ ബ്രാഹ്മിൺസ് താമസിക്കുന്ന ഒരു ഏരിയയിലാണ്. ഞാനിപ്പം ഇവിടെ എന്റെ ചുറ്റുപാടുമുള്ള ഒരു കൂടുതൽ ഇവിടെയുള്ള ഭട്ടുകൾ എന്നറിയപ്പെടുന്ന ബ്രാഹ്മിൺസാ കൂടുതൽ എന്റെ അയൽവാസികളായിട്ടുള്ള പലരും. അപ്പൊ അവരെന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, എന്റെ സാറേ ഇപ്പം പെണ്ണുങ്ങളെ കിട്ടത്തില്ല, പെണ്ണുങ്ങളെ കിട്ടണമെങ്കിൽ പിന്നെ അവര് വീട്ടിൽ എങ്ങനെയുണ്ട്, അമ്മായപ്പൻ എങ്ങനെയുണ്ട്, അമ്മായിയമ്മ എങ്ങനെയുണ്ട്, അവർക്ക് എത്ര മക്കളുണ്ട്, വീട്ടിലെ സിസ്റ്റം എങ്ങനെയാ, സാഹചര്യം എങ്ങനെയാ, അവിടെ അവർ ആഗ്രഹിക്കുന്ന സംഗതിയൊക്കെ ഉണ്ടെങ്കിൽ പെൺപിള്ളേരിന്ന് കല്യാണത്തിന് ഞങ്ങളുടെ കൂട്ടത്തിൽ തയ്യാറാകുന്നുള്ളൂ. ഇല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് അവരെന്നോട് പലപ്പോഴും പറഞ്ഞിട്ടുള്ളപ്പോൾ ഞാൻ ആലോചിച്ച്, കർത്താവെ, പണ്ട് ആണുങ്ങൾ കയറി പെണ്ണുങ്ങളെ യോഗ്യയാണോ അവള് കെട്ടാമോ എന്നൊക്കെ വിചാരിച്ചതുപോലെ തന്നെ ഇപ്പൊ തിരിച്ചും ചിന്തിക്കുന്ന ഒരു കാലയളവിലേക്ക് എത്തിയേക്ക്. കാരണം അവർക്കൊന്നും, അവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് കൂടെ ഒരുക്കി ചമച്ച് കൂടെ കൊണ്ട് നടക്കാൻ പറ്റിയ ഒരാള്, അല്ലെങ്കിൽ വേറെ നിലയിലൊക്കെ ഒരു തന്റെ ഒരു, നമ്മൾ പറയാറില്ലേ കൃഷിയിടം എന്ന് പറയുന്ന പോലെ, ദേ എന്റെ തോട്ടം കണ്ടില്ലേ എന്ന് പറഞ്ഞ പോലെ കൊണ്ട് നടക്കാനൊക്കെ ഉള്ള ഒരു കാഴ്ചപ്പാടിലാണ് ഇവരൊക്കെ ഇത് പലതും ചെയ്യുന്നതെന്നും ദൈവം കണ്ട ഉദ്ദേശമല്ല പലരും കാണുന്നതെന്നും നമുക്കറിയാം. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ, ഞാൻ ഇപ്പം നമ്മളൊരു സാധനം എന്തെങ്കിലും ഒന്ന് ഡിസൈൻ ചെയ്യുമ്പം, ഒരു കാറ് ഞാൻ ഡിസൈൻ ചെയ്തിട്ട് ടയറുകൾ ഇല്ലാതെ ആ കാറ് ഞാൻ ഡിസൈൻ ചെയ്യാനായിട്ട് എനിക്ക് കഴിയുമോ? അപ്പം ഒരു ദിവസം ടയറിന് തോന്നുന്നു എനിക്ക് പറ്റത്തില്ല ഈ ഇദ്ദേഹത്തെ ഉരുട്ടിക്കൊണ്ട് നടക്കാൻ എന്ന് പറഞ്ഞ ടയർ അങ്ങ് ഒരു പണി മുടക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ഇതിൽ ഐ ഡോണ്ട് വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് യുവർ ദിസ് തിങ് എന്ന് പറഞ്ഞ് മാറി നിന്ന് കഴിഞ്ഞാൽ, പിന്നെ ഞാൻ ഇങ്ങനെ പറയും എന്തോ ചെയ്യുന്നേ. കാരണം ഇത് മൊത്തം ഒരുമിച്ച് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ, കുടുംബം അല്ലെങ്കിൽ മനുഷ്യന്റെ ഒരു ജീവിതം ശരിയായ നിലയിൽ മുന്നോട്ട് പോകണമെങ്കിൽ ദൈവത്തിന്റെ കൂട്ടായ്മയെ കുറിച്ച് നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെ മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവന്റെ ഏകാന്തത മാറ്റാനും അവന് തക്ക തുണയായിട്ട് തീരാനും തക്കവണ്ണം അവനിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്ത ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അപ്പൊ അവര് രണ്ടുപേരും കൂടെ ഒരുമിച്ച് ചേർന്ന് വളരെ മീനിങ് ഫുൾ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത്, അതാണ് വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ഒന്നിനും ഒരു ദിവസം സമയമില്ലെങ്കിൽ പോലും പരസ്പരം ഇരുന്ന് കാര്യങ്ങളൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വർത്തമാനം പറയാനും, പിന്നെ ഇതിപ്പം നമ്മുടെ കമ്മ്യൂണിക്കേഷൻ റെവല്യൂഷൻ ആണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് വീഡിയോ കോൾ വിളിക്കാം, കാര്യങ്ങൾ ചെയ്യാം എന്നൊക്കെ ഉള്ളത്. എന്നാൽ സ്വന്തം വീട്ടുകാരെ വിളിക്കാനായിട്ട് പലരും ഈ ഫോൺ ഉപയോഗിക്കാറില്ല എന്നുള്ളതാണ് ഒരു സത്യം. ഭാര്യനെ വിളിക്കാനോ, അല്ലെങ്കിൽ അവളോട് ഈ എന്നാ പറയാനോ, അല്ലെങ്കിൽ അങ്ങേരോട് എന്നാ ഇനി പറയാനോ, പ്രത്യേകിച്ചൊന്നും പറയാൻ, നമുക്കൊക്കെ മറ്റുള്ളവരെ വിളിക്കുന്നതിനാ കൂടുതൽ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കറിയാമല്ലോ, രണ്ടുപേരും കൂടെ സ്പെൻഡ് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ആ കമ്മ്യൂണിക്കേഷൻ ആണ് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും, മാനസികമായ പൊരുത്തത്തോടെ ആത്മീയമായ പൊരുത്തത്തോടെയും, അതുപോലെ തന്നെ ഒരു വ്യക്തി എന്താണ് ചിന്തിക്കുന്നത് എന്ന് മറ്റേ വ്യക്തി മനസ്സിലാക്കാനും, മറ്റേ വ്യക്തി അതർ പേഴ്സൺ എന്താ ചിന്തിക്കുന്നത് എന്നുള്ള ആ വ്യക്തി മനസ്സിലാക്കാനും, അങ്ങനെ ഒരു ഒരുമിച്ച് പോകുന്ന ഒരു നിലയിലാണ് ദൈവം ഈ കാര്യത്തെയൊക്കെ ഡിസൈൻ ചെയ്തേക്കുന്നത്. അപ്പം അതിൽ നിന്ന് ഒരു വ്യക്തി അങ്ങ് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിൻ പകുതിയായി, അല്ലെങ്കിൽ കാറിന് ടയറില്ല, പിന്നെ അത് ഓടണമെന്ന് വിചാരിച്ചാൽ എങ്ങനെ ഓടും? അപ്പം അതുകൊണ്ട് എനിക്ക് എന്റെ സംശയം അതങ്ങ് മാറി. കർത്താവ് എന്തുകൊണ്ടാ വിവാഹിതര് ഒരു കാരണവശാലും പിരിയരുതെന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണ് എന്ന് എനിക്ക് അന്നേരമാണ് പിടികിട്ടിയത്. കാരണം ഇതൊരു ഇന്റഗ്രൽ പാർട്ടായിട്ടാണ് ദൈവം വെച്ചേക്കുന്നത്. പകുതി എഞ്ചിൻ പ്രവർത്തിക്കണമെന്നും പകുതി ഇതായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് പോകണമെന്നും പറഞ്ഞാൽ എങ്ങനെ അത് നടക്കും? അപ്പം നമുക്കറിയാമല്ലോ, അല്ലെങ്കിൽ നമുക്കറിയാം ദൈവവുമായിട്ടുള്ള കൂട്ടായ്മ വിവാഹിതരാകാതെ തന്നെ നിൽക്കാനുള്ള വരം ലഭിച്ചവരെ കുറിച്ച് നമ്മളിവിടെ വായിക്കുന്നുണ്ട്. അങ്ങനെ അല്ല എങ്കിൽ ഒരു കാരണവശാലും പിരിയരുത് എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ ഒരു കമേഴ്സ്യൽ വ്യൂവിലാണ് നമ്മൾ വിവാഹം കഴിക്കുന്നതെങ്കിൽ നിശ്ചയമായിട്ടും ആ പ്രോഡക്റ്റ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ അത് തിരിച്ചവിടെ കൊടുത്തിട്ട് വേറൊരു പ്രോഡക്റ്റ് അതിന് പകരം എടുത്തുകൊണ്ട് പോകാനുള്ള വകുപ്പുണ്ട്. ആ കാഴ്ചപ്പാടിലാണെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല, എന്റെ ഇഷ്ടം പോലല്ല ചെയ്യുന്നത്, ഇതൊക്കെ. എന്നാൽ അവരും ഒരു വ്യക്തിയാണെന്നും, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയും ഒരു വ്യക്തിയാണെന്നും, അവർക്കും ആശയങ്ങളും അഭിപ്രായങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടെന്നും ഒക്കെ കാര്യങ്ങൾ ചിന്തിച്ച് കഴിയുമ്പോൾ അവരെ നമുക്ക് തുല്യമായിട്ട് അവരെ ട്രീറ്റ് ചെയ്യാനും, ഓരോ കാര്യങ്ങളും ചെയ്യുകയോ ഒരുമിച്ച് കാര്യങ്ങളെ
നേരിടുകയോ ഒക്കെ ചെയ്യുമ്പോഴും ആ വ്യക്തിയുടെ അഭിപ്രായം എന്താണ്, കാഴ്ചപ്പാട് എന്താണ് എന്ന് നമുക്ക് അന്വേഷിച്ച് ഒരുമിച്ച് പോകാനുള്ള ഒരു ട്രെൻഡേ നമുക്ക് ഉണ്ടാകാൻ കഴിയത്തുള്ളൂ. അങ്ങനെ പാടുള്ളൂ. നോക്കിയാട്ടെ. അപ്പം ഒരാളെ ഉപേക്ഷിക്കുന്ന ഒരു വിഷയം ഇവിടെ വരുന്നില്ല. കാരണം രണ്ടുപേരും ഒരുമിച്ച് നിന്നാലേ ഈ വിവാഹം എന്ന് പറയുന്ന കുടുംബ ജീവിതം എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അതാ ഇതിന്റെ കാര്യം. ഒരാളെ വിട്ട് ഒരാൾ തന്നിഷ്ടം ചെയ്യുകയോ ഒരാളെ ഒളിച്ച് എന്തെങ്കിലും ചെയ്യുന്നതിലോ അല്ല, ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചെയ്യാനാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത് എന്നുള്ളതാണ്. കർത്താവ് ഇത് ഒരു കാരണവശാലും ഇത് പിരിയാൻ പറ്റത്തില്ല. ഒരു കാരണവശാലും പിരിയാൻ പറ്റത്തില്ല. കാരണം ഇത് ഒരുമിച്ച് ദൈവം വെച്ചിരിക്കുന്ന ഒരു സംഗതിയാണ്, സമൂഹത്തിൽ ദൈവം ആക്കി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് ഒരുമിച്ചാ മുന്നോട്ട് പോകേണ്ടത്. ഒരാളെ പിരിഞ്ഞു പോകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള അപാകതകളും ദൈവം ഉദ്ദേശിക്കുന്ന ഉദ്ദേശവും അത് നിവർത്തിക്കയില്ല എന്ന് തന്നെയാ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിന് അതൊരു ഓൾട്ടർനേറ്റീവ് ഇല്ലാത്തത്. നിനക്ക് കെട്ടിയത് ഇഷ്ടപ്പെട്ടില്ലേ, എന്നാ പിന്നെ നീ ഇങ്ങനെ ചെയ്തോന്ന് വചനത്തിൽ പറയാത്തതിന്റെ കാര്യം എന്താ? എനിക്ക് തോന്നുന്നത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്നാ തോന്നുന്നത്. അത് നിശ്ചയമായിട്ടും അത് അങ്ങനെ ചിന്തിക്കാൻ ഒരു വകുപ്പ് അവിടെ ഇല്ല. അത് 4 ടയർ വഴിച്ചു വെച്ചു ഞാനൊരു കാർ ഓടിക്കും, അല്ലെങ്കിൽ വിമാനത്തിന്റെ എഞ്ചിൻ പറിച്ച് താഴെ വെച്ചു ഞാൻ വിമാനം ഓടിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു കാര്യം അതിനെ വേർപെടുത്തിയതിനു ശേഷം ഞാൻ അതിനെ ഉപയോഗിക്കും എന്ന് പറയുന്ന പോലെ മീനിങ്ലെസ് ആയി പറയുന്നത്. അതുപോലെ അർത്ഥമില്ലായ്മയായി പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവാഹം കഴിക്കുന്ന വ്യക്തികളെ കുറിച്ച് ഇത് ഒത്തില്ലെങ്കിൽ, ഞാൻ വിചാരിച്ചതുപോലെ ആയില്ലെങ്കിൽ, ഇല്ല, നമ്മുടെ സമർപ്പണം ഞാൻ വിചാരിച്ചതുപോലെ ആകണമെന്നുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരു ഫാക്ടറിയിലോട്ട് ഒരു ഓർഡർ കൊടുത്ത് നേരത്തെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള സ്പെസിഫിക്കേഷൻസ് ഒക്കെ നേരത്തെ അറിയിച്ചിട്ട് അങ്ങനെ ഒരാളിനെ നമ്മൾ ഫാക്ടറിയിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുത്ത ആളെ അല്ലല്ലോ നമ്മൾ കെട്ടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പങ്കാളിയായിട്ട് വരുന്നത്. ഓൾറെഡി ലോകത്ത് ജീവിച്ച്, ഈ ദുഷ്ടലോകത്തിൽ പാപിയായി ജീവിച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് ഈ പാപത്തിന്റെ അടിമത്തത്തിൽ വിടുവിക്കപ്പെട്ട് ദൈവകൃപയിലായി മുന്നോട്ട് വന്ന് കർത്താവിനെ സേവിക്കണമെന്നും സ്നേഹിക്കണമെന്നും എല്ലാറ്റിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിനെ പിൻപറ്റണമെന്നും ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ കല്യാണം കഴിച്ചേക്കുന്നത്. നമ്മളെ പേടിച്ചിട്ട് അവര് സഭായോഗത്തിന് വരുമല്ല, നമ്മളെ പേടിച്ചിട്ട് അവര് ബൈബിൾ വായിക്കുമല്ല, നമ്മളെ പേടിച്ചിട്ട് അവർ എന്തെങ്കിലും ചെയ്യുമല്ല. ദേ ഹാവ് ഗോട്ട് ദെയർ ഓൺ വേ ഓഫ് ഡൂയിങ് എവറിത്തിങ്, ഈച്ച് ആൻഡ് എവറിത്തിങ് അക്കോർഡിംഗ് ടു ഗോഡ്സ് ഗൈഡൻസ്. ദൈവത്തിന്റെ നടത്തിപ്പനുസരിച്ച് ചെയ്യാനായിട്ട് അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട്. ഞാൻ അവർക്ക് ഡിറ്റക്ട് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഞാൻ അവരുടെ ആത്മീയ ജീവിതത്തിന്റെയോ ഭൗതിക ജീവിതത്തിന്റെയോ ഒന്നും ഒരു യജമാനനൊന്നുമല്ല. സ്നേഹനിമിത്തമുള്ള പരസ്പരമുള്ള കീഴടങ്ങല നമുക്കും നമ്മുടെ പങ്കാളിക്കും തമ്മിലുള്ളത്. അല്ലാതെ ഞാൻ പറയുന്നതല്ല അവര് കേട്ടോണമെന്നോ അവര് പറയുന്നതല്ല ഞാൻ കേട്ടോണമെന്നോ ഉള്ള ഒരു നിലയിലല്ല. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മുടെ ചിന്തകളൊക്കെ എത്ര അസ്ഥാനത്തായിരുന്നു. ഞാൻ ഇങ്ങനെയാ വിചാരിച്ചത്, എന്റെ സ്വപ്നത്തിലെ സുന്ദരി ഇങ്ങനെയായിരുന്നു, എന്റെ സ്വപ്നത്തിലെ ആൾ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മുടെ ആ ചിന്തകൾ എത്ര വൃഥാവാണെന്നും എത്ര വൃഥാവായിട്ടുള്ള ചിന്തകളാണെന്നും അത്തരം ചിന്തകൾക്ക് ഈ വിവാഹത്തിലൊന്നും ഒരു സ്ഥാനവുമില്ല എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് എനിക്ക് മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. എഫേസ്യർ എന്ന ലേഖനം വായിക്കുമ്പം നമുക്കറിയാമല്ലോ, ഇത് ആത്യന്തികമായിട്ട് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തുവിനെയും അവന്റെ സഭയെയും കുറിച്ച് അത്രേ പറഞ്ഞിരിക്കുന്നത്. ഇത് ആണിനെയും പെണ്ണിനെയും ഉദ്ദേശിച്ച് മാത്രമല്ല ഈ പറഞ്ഞേക്കുന്നത്, അത് ക്രിസ്തുവിനെയും അവന്റെ സഭയെയും കുറിച്ച് അത്രേ പറഞ്ഞേക്കുന്നത് കാണുമ്പോൾ ആത്യന്തികമായിട്ടുള്ള അതിന്റെ മീനിങ് എഫേസ്യർ എന്ന ലേഖനത്തെ പൗലോസ്ലിയ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാമല്ലോ. നോക്കിയാട്ടെ, എന്നും മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്നും അരുളി ചെയ്തു എന്ന് വായിച്ചിട്ടില്ലേ? ഇരുവരും ഒരു ദേഹമായി തീരും. വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ്. പല നിലയിലുള്ള റിലേഷൻഷിപ്സ് നമ്മൾ ഇന്ന് ലോകത്ത് കാണുന്നുണ്ട്. ഒരു സ്ത്രീയും ഒരു പുരുഷനും ശാരീരികമായി ബന്ധപ്പെട്ടാൽ ഉടനെ അതങ്ങ് വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇന്ന് ലോകത്ത് ജീവിക്കുന്ന പലരും ഒത്തിരി വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഞാൻ പറയുന്നത് ഇത് ക്ഷമിക്കണം, കാരണം ഈ മൃഗങ്ങളൊക്കെ ശാരീരികമായി ബന്ധപ്പെടുന്ന പോലെ തന്നെ മനുഷ്യനും അങ്ങനെ അങ്ങ് ബന്ധപ്പെട്ട് പോയാൽ അതിനെ ഒരു വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ പറ്റുമോ?
ഞാൻ പണ്ട് 10-30 വർഷം മുന്നേ വായിച്ച ഒരു പുസ്തകമാണ്. എന്നെ സ്വാധീനിച്ച ഒരു പുസ്തകമാണ് വിവാഹത്തെ സംബന്ധിച്ച്. വാൾട്ടർ ആൻഡ് ട്രോബിഷോ അങ്ങനെങ്ങാണ്ട് പറയുന്ന ഒരു ദൈവദാസൻ, ആഫ്രിക്കയിലെ മിഷണറി ആയിട്ട് എഴുതിയിരുന്ന വരുന്ന ഒരു ദൈവദാസൻ എഴുതിയ ഐ മാരീഡ് യു എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. വളരെ എന്റെ ഹൃദയത്തെ ടച്ച് ചെയ്ത് എഫേസർ എഴുതിയ ലേഖനം 5-ാം അധ്യായം ഞാൻ ക്രിസ്തുവിനെയും സഭയെ ഉദ്ദേശിച്ചത്രേ പറയുന്നത് എന്ന് പറഞ്ഞ ആ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ഒരു ആഫ്രിക്കൻ ചർച്ചിൽ നടത്തിയിട്ടുള്ള 2-3 ദിവസത്തെ പ്രസംഗങ്ങൾ അതിൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ചിട്ടുള്ളത്. വളരെ ടച്ചിങ് ആയിരുന്നു. അദ്ദേഹം അതിൻ്റെ ഉള്ളിൽ വാട്ട് ഈസ് ദിസ് വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുക, ഇരുവരും ഒരു ദേഹമായി തീരും. അപ്പൊ നമുക്ക് ആത്മീയമായിട്ട് ചേരാൻ കഴിയുന്നത് കർത്താവിനോടാണ്. ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ആത്മാവിൽ ക്രിസ്തുവിൽ ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്കാണ് രണ്ട് പങ്കാളികൾ ആയിരിക്കുന്നത്. എന്നാൽ അതിൽ ഒരു വ്യക്തിയെ എന്റെ ജീവിതത്തിലെ പങ്കാളിയാക്കി തീർക്കാനായിട്ടുള്ള ഒരു അവസരമാണ് കർത്താവ് നൽകിയേക്കുന്നത്. അപ്പം ഈ കാര്യമെന്ന് പറയുന്നത് ഈ ലോകത്തിൽ നിലനിൽക്കുന്നതും മരണത്തിന് ശേഷം അത് നിലനിൽക്കാത്തതുമായിട്ടുള്ള ഒരു ബന്ധമാണ്. കാരണം വിവാഹത്തിന് നമ്മൾ ഓർത്തെടുക്കുന്നത് മരണം നമ്മെ വേർപിരിക്കും വരെ എന്നാണല്ലോ. മരണത്തിന് ശേഷം അതിന്റെ വാലിഡിറ്റിയെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ മരണം നമ്മളെ വേർപിരിക്കും വരെ എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്ന നിലയിലാണ് നമുക്ക് കാര്യങ്ങൾ കാണാനായിട്ട് കഴിയുന്നത്. അപ്പോ നമുക്കറിയാം, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് എബ്രായർക്ക് എഴുതുന്ന ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ അർത്ഥമാക്കുന്നത് ഈ വിശ്വാസികളുടെ വിവാഹം മാത്രമല്ല, ലോകത്തിൽ മനുഷ്യരാശിക്ക് വേണ്ടി ഈ വിവാഹം എന്നുള്ള ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇത് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ദൈവമാണ്. അതിനെ പൊളിച്ചു കളയാനുള്ള പണികളാണ് ഇന്ന് ലോകത്ത് നടക്കുന്നത്. സ്വവർഗ മാരേജും അതുപോലെ മറ്റു നിലയിലുള്ള കാര്യങ്ങളും. വിവാഹം വേണ്ട, നമുക്ക് ഒരുമിച്ച് താമസിച്ചാൽ മതി. നമുക്കറിയാതെ സീസൺ ആകുമ്പം ചില മൃഗങ്ങളൊക്കെ ഒരുമിച്ച് ചേരുന്നു, അത് സീസൺ കഴിയുമ്പോൾ അത് വിട്ടുപോകുന്നു എന്നുള്ള നിലയ്ക്ക് മതി. നമുക്ക് പരസ്പരം ബാധ്യതകളൊന്നും വേണ്ട. കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ തന്നെ നേരത്തെ അതിനെക്കുറിച്ച് ഒരു കരാറൊക്കെ ആക്കി വെച്ചിട്ട് കുഞ്ഞുങ്ങളെ വല്ലോ ഇത് കുഞ്ഞുങ്ങളെ നോക്കുന്ന സ്ഥലങ്ങളിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഒരു പാർട്ട്ണറിന്റെ കൂടെ നിർത്തുക. നമുക്ക് തമ്മിൽ ബാധ്യതകളൊന്നും വേണ്ട. നമുക്ക് ഒരു 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 സീസൺ കഴിയുമ്പോൾ പിരിഞ്ഞു പോകുന്ന കിളികളെ പോലെ നമുക്കിങ്ങനെ മാറി താമസിക്കാം. അപ്പൊ ദൈവം വെച്ചേക്കുന്നത് ഈ വിവാഹത്തിലുള്ള ഭൗതിക ബന്ധം മാത്രമല്ല, ശാരീരിക ബന്ധം മാത്രമല്ല ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അവനെ കുടുംബമായിട്ട് അവൻ താമസിക്കാനും അവർ ഐക്യതയിൽ അവർ ജീവിക്കാനും കൂടെ കർത്താവ് ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാതെ പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രം ഹോർമോണിന്റെ പിൻബലത്തോടുകൂടെ ഒരു സീസണിൽ ഒരുമിച്ച് ചേരുകയും ആ പ്രത്യുൽപാദന ആവശ്യം കഴിയുന്നതോടുകൂടെ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന നിലയിലല്ല. ലോകത്തിലുള്ള മനുഷ്യർക്കും അല്ല മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഒക്കെ അത്തരം ഒരു ബന്ധമാണ് ഉള്ളതെങ്കിൽ മനുഷ്യനെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അവൻ ആ ഒരു പങ്കാളിയോട് വിശ്വസ്തനായിട്ട് മരണപര്യന്തം അവർ ഒരുമിച്ച് ജീവിക്കുക, അവരുടെ ഇടയിൽ ശരിയായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനും ശരിയായിട്ടുള്ള ആശയവിനിമയം ഉണ്ടായി അവര് ദൈവത്തെ കേന്ദ്രമാക്കി ദൈവത്തെയും കൂടെ ചേർത്ത്, നമ്മൾ സാധാരണ പറയുന്ന പോലെ മുപ്പിരിച്ചരട് അറ്റുപോകയില്ല എന്നുള്ള ഒരു നിലയിൽ അവർ ജീവിക്കണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഹിതം. അപ്പൊ ഈ കുടുംബജീവിതം എന്ന് പറയുന്ന ഒരു കാര്യവും ചില ജന്തുക്കൾക്കോ പക്ഷികൾക്കോ ഒക്കെ അതുപോലൊക്കെ ഉണ്ടെന്ന് ഞാൻ വായിച്ചിങ്ങനെ കേട്ടിട്ടുണ്ട്. എന്നാലും മനുഷ്യനുള്ള ഒരു നിലവാരത്തിൽ അതിനുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു കുടുംബമായിട്ട് ജീവിച്ച് പരസ്പരം കൈത്താങ്ങലായി തീർന്ന് ഒരാൾക്കൊരാൾ തണലായിരുന്ന് ഒരാൾക്കൊരാൾ ചേർന്ന്, അത് വിശ്വാസികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ അത് ദൈവവചനപ്രകാരവും ഒക്കെ അത് ഒന്നുകൂടെ നന്നാക്കാൻ കഴിയും. എന്നാൽ എന്ന് വെച്ചിട്ട് ലോകത്തിലുള്ള മനുഷ്യനെ സംബന്ധിച്ചൊന്നും അങ്ങനെ അല്ലെന്നല്ല. ലോകത്തിലുള്ള മനുഷ്യനാണെങ്കിലും ഈ വിവാഹവും അതുപോലെ തന്നെ പ്രത്യുൽപാദനവും ഒക്കെ വെച്ചേക്കുന്നത് ദൈവം തന്നെയാണ്. കുടുംബ ജീവിതവും വെച്ചേക്കുന്നത് ദൈവം തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്ന് മാത്രമല്ല, ചിലർ ഈ 1 Corinthians ലേഖനത്തിലെ ഒരു വാക്യം എടുത്തുകൊണ്ട് ഈ ഇടയ്ക്ക് ഒരു ആശാൻ ഇങ്ങനെ നടക്കുന്നുണ്ട്. നമ്മുടെ ചർച്ചകൾ നടന്ന സ്ഥലത്തും അദ്ദേഹം വന്നിട്ട് ചോദിച്ചു, അത് നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമെന്ന് വരുമല്ലോ എന്ന് Corinthians ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടല്ലോ, അതപ്പോൾ എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ചില കത്തോലിക്ക ഡോക്ട്രിൻസ് ഒക്കെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ചോദിക്കുന്നത്. എന്നാൽ അവിടെ ഇത്രേ അർത്ഥമാക്കുന്നുള്ളൂ, വിശ്വാസിയായ ഒരു ഭാര്യയും അവിശ്വാസിയായ ഒരു ഭർത്താവും, അവിശ്വാസിയായ ഭർത്താവും അല്ലെങ്കിൽ അവിശ്വാസിയായ ഭർത്താവും വിശ്വാസിയായ ഭാര്യയും നേരെ തിരിച്ചു മറിച്ചും ആയാൽ തന്നെ അവർ സുവിശേഷം കേൾക്കാൻ തക്കവണ്ണം അവർ യോഗ്യരാണെന്നുള്ളതാണ്. മക്കൾ അശുദ്ധരെന്ന് വരുമല്ലോ, ദേ ആർ നോട്ട് ഇല്ലിജിറ്റിമേറ്റ് ചിൽഡ്രൻ. അവര് ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള നിയമവിധേയമല്ലാത്ത നമ്മൾ വായിക്കുന്നത് പോലെ കൗലടയന്മാരല്ല. അവർ സമൂഹത്തിൽ
മുന്നിൽ തല കാണിക്കാൻ കഴിയാതെ വണ്ണം ഉള്ള ജാരസന്തതികളല്ല എന്നുള്ള അർത്ഥത്തിൽ അവര് വിശുദ്ധരാണ് എന്ന് പറയുകയും, ആ വിശുദ്ധി ഉദ്ദേശിക്കുന്നത് അവര് സുവിശേഷം കേൾക്കാനും ദൈവവചനം കേൾക്കാനും രക്ഷിക്കപ്പെടാനും ദൈവ പൈതലായിട്ട് തീരാനും യോഗ്യതയുള്ളവർ തന്നെയാണ് എന്നുള്ളതാണ് അതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. ഒരു ആശാൻ ഇങ്ങനെ ചോദിച്ചോണ്ട് നടപ്പുണ്ട്. കഴിഞ്ഞ ദിവസവും അത് ചോദിക്കുന്നത് കേട്ട് നമ്മുടെ എസ് ജോർജ് പാസ്റ്റർ വന്നിട്ടുണ്ട്, സ്തോത്രം. അപ്പം പല കാര്യങ്ങൾ നമുക്ക് ഇവിടുന്ന് ഇതുപോലെ നമുക്ക് പറയാനായിട്ട് കഴിയും. അദ്ദേഹം ഒരു സീനിയർ ആയിട്ടുള്ള ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയാനും കാണും എന്ന് ഞാൻ വിചാരിക്കുക. എന്നാൽ മാത്രമല്ല, ഇവിടെ നമ്മൾ ഒന്ന് രണ്ട് കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്താം പാസ്റ്ററെ. അവർ മേലാൽ രണ്ടല്ല ഒരു ദേഹമത്രേ. അപ്പം ആ വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് ദൈവം ഉദ്ദേശിക്കുന്നത്, ഒരു ഭാര്യയും ഭർത്താവും ആ കുടുംബ ജീവിതത്തിൽ ഒന്നിച്ചു ചേർന്ന് മുന്നോട്ട് പോകുന്നത്. ഇതിനെ സംബന്ധിച്ച് കൊരിന്ത്യ ലേഖനത്തിലും ഭാര്യ ഒരു വ്യഭിചാരിണിയോട് പറ്റിച്ചേർന്ന് കഴിഞ്ഞാൽ അവളുമായിട്ട് ഏകശരീരമായി തീരുമല്ലോ എന്നുള്ള നിലയിൽ കർത്താവിന്റെ അവയവത്തെ എടുത്ത് വ്യഭിചാരിണിയുടെ അവയവം ആക്കാമോ എന്നുള്ള നിലയ്ക്ക് ചോദിച്ചിരിക്കുന്ന കാര്യവും നമുക്കറിയാം. അതിന്റെ ഭവിഷ്യത്തിനെ കാണിക്കാൻ വേണ്ടിയാ അവിടെ ചോദിച്ചേക്കുന്നത്. അല്ലാതെ വ്യഭിചാരം ചെയ്യുന്നവരെല്ലാം ലോകത്തിലുള്ള എല്ലാരോടും ആ വൺ ഫ്ലഷ് റിലേഷൻഷിപ്പ് ആകുന്നു എന്നുള്ള അർത്ഥത്തിലാണോ? അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ, വ്യഭിചാരം ചെയ്യുമ്പോൾ ഒരർത്ഥത്തിൽ അവൻ ചെയ്യുന്നത് ആ നിലയിലാണ്. തന്റെ കർത്താവ് രക്ഷിച്ച തന്റെ കർത്താവ് വിലയ്ക്ക് വാങ്ങി ശരീരത്തെ എടുത്ത് വ്യഭിചാരിണിയുടെ അവയവമാക്കി മാറ്റുന്ന ഒരു നിലവാരത്തിലാണ് കാര്യങ്ങൾ വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഹൃദയകാഠിന്യ നിമിത്തം അത്രേ, അതാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന വേറൊരു കാര്യം. ഉപേക്ഷണപത്രം കൊടുത്തിട്ട് അവളെ ഉപേക്ഷിക്കാൻ മോശെ നിങ്ങളോട് കൽപ്പിച്ചത് എന്ത്? അപ്പം ഒരിക്കലും വേർപിരിക്കാൻ കഴിയാത്ത ഈ വിവാഹത്തെ, ഒരിക്കലും വേർപിരിക്കാൻ ദൈവം ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഈ കാര്യത്തെ മനുഷ്യന് തക്ക തുണയാകാനും അവന്റെ കൂട്ടാളിയായിരിക്കാനും മരണം വരെ പര്യന്തം വിശ്വസ്തരായിരുന്ന് മുന്നോട്ട് പോകാനും ആഗ്രഹിച്ച, അത് കുറവില്ലാത്ത വ്യക്തി എന്നല്ല ഇതിന്റെ അർത്ഥം. കുറവില്ലാത്ത വ്യക്തി, ആരും തൊടാത്ത വ്യക്തി, ആരും നോക്കുക പോലും ചെയ്യാത്ത വ്യക്തി എന്നൊക്കെയുള്ള നിലയിലല്ലത്. ക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പം ഏത് വ്യക്തിയും ഒരു പാപം ചെയ്യാത്ത വ്യക്തി പോലെ തന്നെയാണ് ദൈവം അവനെ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് സത്യം. അപ്പം ആ നിലയിൽ ഉള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല പറയുന്നത്. അപ്പം നമുക്കറിയാമല്ലോ, ഉപേക്ഷണ പത്രം കൊടുക്കാനായിട്ട് പറഞ്ഞപ്പോൾ പരസംഗമാണ് പുതിയ നിയമത്തിലും അതിനൊരു കാരണമായി. കാരണം നമുക്കറിയാമല്ലോ, ഒരുമിച്ച് ജീവിക്കാൻ, ഒരു ഫ്ലഷ് ആയിട്ട് ചേർന്ന് റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകാൻ ദൈവം ആഗ്രഹിച്ച ഒരു വ്യക്തി ആ ബന്ധത്തിൽ നിന്ന് മാറി വേറൊരു വ്യക്തിയുമായിട്ട് ശാരീരിക ബന്ധത്തിലും അതുപോലെ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് അതിന്റെ പർപ്പസ് തന്നെ അവിടെ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളത് നമുക്കറിയാം. എന്നാൽ പോലും അബദ്ധത്തിലൊക്കെ അങ്ങനെയുള്ള ചില ബന്ധങ്ങളിൽ വീണ് തകർന്നു പോയിട്ടുള്ള എത്രയോ കുടുംബങ്ങളെ കുറിച്ച് എനിക്കറിയാം. അത് ഹൃദയപൂർവ്വം അത് ക്ഷമിച്ച് ഇന്നും ദൈവകൃപയിൽ തുടരുന്ന പല വ്യക്തികളും ഉണ്ട് എന്നുള്ളത് അതിന്റെ യാഥാർത്ഥ്യം. ഇതൊന്നും ഉപേക്ഷിക്കാനുള്ള ഒരു കാരണമാകണമെന്നല്ല പറഞ്ഞത്. അതും ക്രിസ്തുവിൽ അത് ക്ഷമിക്കാനും ആ വ്യക്തിയെ റിസ്റ്റോർ ചെയ്യാനും കഴിയുമെങ്കിൽ, അത് ഒരുപക്ഷെ പാകപ്പിഴകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിയുമ്പം ഒരു പാകപ്പിഴയും ഉണ്ടാകാത്ത ഒരു വ്യക്തിയെ പോലെ തന്നെ ആയിത്തീരാനുള്ള സാധ്യതയും അവിടെ ഉണ്ട്. അങ്ങനെ ഒരു പുതിയ മനസാക്ഷി ആ വ്യക്തിക്ക് ദൈവം കൊടുക്കും എന്നുള്ള കാര്യത്തിലും യാതൊരു സംശയമില്ല. എന്നാൽ എന്താ ഈ ഹൃദയകാഠിന്യം എന്ന് പറഞ്ഞേക്കുന്നത് നമുക്കറിയാമല്ലോ. കാരണം കർത്താവ് സൃഷ്ടിച്ച സമയത്ത് അത് ഉദ്ദേശിച്ചെങ്കിലും പാപത്തിൽ വീണുപോയി കഴിഞ്ഞപ്പോൾ മനുഷ്യന് ഉണ്ടാകുന്ന ഒരു അനുഭവം എന്ന് പറയുന്നത് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിക്കുക എന്നുള്ള ഒരു എംഫസൈസ് മാറിപ്പോയിട്ട് സ്വന്തം ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും പ്രാധാന്യം കൊടുത്ത് സെൽഫ് സെന്റേഡ് ആയിട്ടുള്ള ഒരു നിലയിലേക്ക് അവൻ എത്തിച്ചേരുകയും, നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രോഡക്റ്റ് മേടിച്ചിട്ട് അതിന്റെ ഗുണഗണങ്ങൾ നോക്കുകയില്ലെങ്കിൽ അതിനെ വലിച്ചെറിയുകയും ചെയ്യുന്ന ഒരു അനുഭവത്തിലേക്ക് മനുഷ്യന്റെ ഹൃദയം കഠിനപ്പെട്ടു പോയതുകൊണ്ട്, നേരത്തെ പറഞ്ഞ പോലെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞിട്ട് പോലും അവൻ തന്റെ പങ്കാളിയെ ആ തള്ളിക്കളയാനും അവളെ ഉപേക്ഷിക്കാനുമായിട്ട് റെഡിയായിട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അപ്പം ഇത് ഉണ്ടായത് എന്തുകൊണ്ടാ? അവന്റെ ഹൃദയകാഠിന്യം നിമിത്തം അത്രേ. നമുക്കറിയാം, പാപത്തിൽ വീണു പോയപ്പം ദൈവം ഉദ്ദേശിച്ച ആഗ്രഹം, ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശം ഒരു മനുഷ്യനിൽ നടക്കാതെ വണ്ണം അവൻ ജഡികനായിട്ട് തീരുകയും അവൻ സ്വയകേന്ദ്രീകൃതമായിട്ട് ചിന്തിക്കുകയും, അതുകൊണ്ട് തന്നെ ദൈവം ആഗ്രഹിച്ച ജീവിതം ജീവിക്കാൻ കഴിയാതെ എപ്പോഴും പിശാചിന്റെ ഉപകരണമായിട്ട് അവരവരുടെ ജീവിതത്തിൽ തീരുകയും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അറിയാം. അപ്പം അങ്ങനെ ദൈവം നന്മയ്ക്കായിട്ട് ഉദ്ദേശിച്ച ഒരു കാര്യം നന്മ ചെയ്യുകയല്ല, അതുകൊണ്ട് പരസ്പരം കേടാണ് ഉണ്ടാകുന്നതെങ്കിൽ, രണ്ട് വ്യക്തികൾക്ക് കേടാണ് ഉണ്ടാകുന്നതെങ്കിൽ പിന്നെ ആ റിലേഷൻഷിപ്പ് കൊണ്ടുള്ള അർത്ഥം എന്തോ? അതുകൊണ്ടായിരിക്കാം അവിടെ പരസംഗ നിമിത്തം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ മോശ ഉപേക്ഷണ പത്രം. കാരണം ഒരാളെ കൊല്ലുന്ന നിലയിലേക്ക് വരെ എത്തുകയാ കാര്യങ്ങൾ.
അപ്പൊ ദൈവം തുണയായിട്ടിരിക്കാൻ ആഗ്രഹിച്ച ഇത് ആ നിലവാരത്തിൽ കാണാതെ ഹൃദയകാഠിന്യ നിമിത്തം ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് അകന്നു പോയി കഴിയുമ്പം പിന്നെ എന്താ ചെയ്യാൻ കഴിയുന്നത്? അപ്പോൾ ബി ഓൺ ദ സേഫർ സൈഡ് എന്നുള്ള നിലയ്ക്ക് കൊടുത്തൊരു ഒരു കമാൻഡ്മെന്റ് ആണ്, അല്ലാതെ ഒരിക്കലും അങ്ങനെ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ടല്ല. ഈ പുതിയ നിയമത്തിന്റെ അനുഭവത്തിൽ നമ്മുടെ പാപങ്ങളെയൊക്കെ ക്ഷമിച്ച് പാപത്തിന്റെ ശക്തി നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ദൈവകൃപയിൽ ജീവിക്കാൻ, പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിക്കാനായിട്ട് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആ ഹൃദയകാഠിന്യം പോലെ ഇനി ജീവിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പൊ ചോദിക്കുക, സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെയാണ് ഉള്ള അവസ്ഥയെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കുന്നത് നല്ലത്. ഞാനൊരു വാക്കിൽ നിന്ന് വിരമിക്കട്ടെ.